നിന്നെ മാമോദീസാമുഖിയായ യോഹന്നാൻ ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
ജീവിക്കുന്ന നിശോധനയെങ്കിൽ ഒരപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവന്റെ ദേവസ്വത്തെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനുള്ളവരും ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിങ്ങൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ബൗദ്ധത്തെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങൾ നമ്മെ ആവസിക്കുന്നുവല്ലോ. നിങ്ങളെല്ലാവരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പല കാര്യങ്ങളിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലക്ഷിക്കരുത്. ഈ നാം ധരിച്ചിട്ട് ദൈവത്തെ ബോധപ്പെടുത്തിയത്രേ വേണ്ടത്. ന്യായവിധിയെ ദൈവത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മൾ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസനെ രക്ഷപ്രാപിക്കുന്നുവെങ്കിൽ അവർക്കിന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവഹിതപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസനായ നിഷ്ഠാവികൾ വരവേൽപ്പിക്കട്ടെ. ബാധിക്കുമോ പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും ബാധിക്കുമോ. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊളിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകുന്നു. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകുന്നു. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു തീരാത്ത ധാരണ നിമിത്തം ദൈവത്തിന് സ്തോത്രം. ബാധിക്കുമോ.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ യൂഹാനോൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ജീവനുള്ളവനും നമ്മുടെ വ്യാപാരകാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. കടന്നു പോകുമ്പോൾ ജന്മനാൽ കുരുടനായിരുന്ന ഒരു മനുഷ്യനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട്, ഗുരുവേ, ഇവൻ കുരുടനായി ജനിക്കുവാൻ ആരാണ് പാപം ചെയ്തത്, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടില്ല. പിന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവന് വെളിപ്പെടുവാനത്രേ. പകലുള്ളതുവരെ എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ ഞാൻ നിവർത്തിക്കേണ്ടതാകുന്നു. ഒരുവരും പ്രവർത്തിക്കുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലിരിക്കുവോളം ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു. ഇങ്ങനെ പറഞ്ഞവൻ നിലത്ത് തുപ്പി. ആ തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ചു. ആ കുരുടന്റെ കണ്ണുകളിൽ തേച്ചിട്ടവനോട്, നീ പോയി ശിലോകം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് തിരിച്ചു വരികയും ചെയ്തു. അവന്റെ അയൽക്കാരും അവനെ ഭിക്ഷാടകനായി മുമ്പ് കണ്ടിട്ടുള്ളവരും, ഇവനല്ലേ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവനെന്ന് പറഞ്ഞു. ചിലർ ഇവൻ തന്നെയാകുന്നുവെന്നും മറ്റു ചിലർ അല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നുവെന്നും പറഞ്ഞു. എന്നാൽ അവൻ ഞാൻ തന്നെയാകുന്നുവെന്ന് പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ അവരോട്, യേശു എന്ന് പേരുള്ള ഒരാൾ മണ്ണ് കുഴച്ച് എന്റെ കണ്ണുകൾ തേച്ചിട്ട്, നീ പോയി ശിലോകുളത്ത് കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ഉണ്ടാവുകയും ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനെവിടെയെന്ന് ചോദിച്ചതിന് എനിക്കറിവില്ല എന്ന് അവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീക്ഷന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. യേശു മണ്ണ് കുഴച്ചവന്റെ കണ്ണുകൾ തുറന്ന് ശവത്തിലായിരുന്നു. പരീക്ഷന്മാർ അവനോട്, നീ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ അവരോട്, അവൻ മണ്ണ് കുഴച്ചെന്റെ കണ്ണുകൾ തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷന്മാരിൽ ചിലർ, ആ മനുഷ്യൻ ശാപതാചരിക്കാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, ഭാവിയായ മനുഷ്യങ്ങളെയാണ് ചെയ്യുവാൻ ഇങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ വീണ്ടും ആ കുരുടനോട്, നിന്റെ കണ്ണുകൾ തെളിയിച്ച് പറ്റി നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, അവനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞു. അവൻ കുരുടനായിരുന്നിട്ട് വീണ്ടും കാഴ്ച പ്രാപിച്ചതാണെന്ന് അവന്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുന്നത് വരെ യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചതെങ്ങനെയെന്ന് അവർ ചോദിച്ചു. ഇവൻ ഞങ്ങളുടെ മകനാണെന്നും കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്നോ ഇവന്റെ കണ്ണുകൾ തെളിയിച്ചത് ആരെന്നോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവനെ പ്രായപൂർത്തിയായിട്ടുണ്ടല്ലോ, അവനോട് ചോദിക്കുകയും അവന്റെ കാര്യം അവൻ തന്നെ പറയട്ടെ എന്ന് അവന്റെ മാതാപിതാക്കൾ മറുപടി പറഞ്ഞു. മെശിഹായാകുന്ന യേശു എന്ന് ആരെങ്കിലും സമ്മതിച്ചാൽ അവനെ ദുരലോകിൽ നിന്ന് പുറന്തള്ളണമെന്ന് യഹൂദന്മാർ നിശ്ചയിച്ചിരുന്നതിനാലാണ് അവൻ പ്രായപൂർത്തിയായിട്ടുണ്ടല്ലോ അവനോട് ചോദിക്കുകയെന്ന് യഹൂദന്മാരെ ഭയന്ന് അവന്റെ മാതാപിതാക്കൾ പറഞ്ഞത്. കുരുടനായിരുന്നവനെ രണ്ടാമതെന്നവർ വിളിച്ചിട്ട്, നീ ദൈവത്തെ ബന്ധപ്പെടുത്തുക, ആ മനുഷ്യൻ ഭാവിയാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. അവൻ അവരോട്, അവൻ ഭാവിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒന്ന് എനിക്കറിയാം, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ ഇതാ കാഴ്ച പ്രാപിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അവർ പിന്നെയും അവനോട്,
അവൻ അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലയോ? വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ശിഷ്യന്മാരാകുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവർ അവനെ സഹായിച്ചുകൊണ്ട്, നീയാണ് അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാകുന്നു. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അവൻ എവിടെ നിന്ന് വന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, അവൻ എവിടെ നിന്ന് വന്നുവെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്റെ കണ്ണുകൾ അവൻ തെളിയിക്കുകയും ചെയ്തു. ഇത് ആശ്ചര്യം തന്നെ. ദൈവം ഭാവികളുടെ മേൽ ശ്രദ്ധിക്കുകയില്ലെന്നും തന്നെ ആശ്രയിക്കുകയും തന്റെ ഇഷ്ടം ആചരിക്കുകയും ചെയ്യുന്നവരെയാണ് ശ്രദ്ധിക്കുന്നതെന്നും നമുക്കറിയാം. ഗുരുനായി ജനിച്ചവന്റെ കണ്ണ് ആരും തുറന്നതായി ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവത്തിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ചെയ്യുവാൻ അവനെ കഴിയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവൻ ഭാഗത്തിൽ ജനിച്ചവൻ, എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ബഹിഷ്കരിച്ചു. യഹൂദന്മാർ അവനെ ബഹിഷ്കരിച്ചു എന്ന് കേട്ടിട്ട് യേശു അവനെ കണ്ടു. നീ ദൈവപുത്രനെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. സുഖം പ്രാപിച്ചവൻ, കർത്താവേ, അവൻ ആരാകുന്നു? ഞാൻ അവൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നത് തന്നെയാകുന്നു അവൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ വീണ്ടും വന്ദിച്ചു. അപ്പോൾ യേശു തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുവാനും കാഴ്ചയുള്ളവർ കുരുടന്മാരാകുവാനും വേണ്ടി ഈ ലോകത്തിന് വിധി കൽപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന അപരിചന്മാരിൽ ചില കഥ കേട്ടിട്ട് അവനോട്, ഞങ്ങൾ കുരുടന്മാരാകുന്നു എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ കുരുടന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുകയും ചെയ്യും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. സൗഖ്യം പ്രാപിച്ചു സുഗന്ധം യോധന്മാരോതി അന്തൻ ചൊല്ലി ആശീലോഹായി മുഴുവൻ കുരുട ഏവർക്കും സൗഖ്യം കിട്ടിടുമെങ്കിലെനിക്കീശോചേരില്ലൊന്നും ഈശ്വരീകാശ്വാസം തന്നില്ലൻ തോന്നുന്നു. ഹല്ലേലൂയ. നാം എല്ലാവരും അവനോട് അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും കൃപയും പുകഴ്ചയും അനുഭവാസമെല്ലാവരുടെയും ഇടവിടാതെ സദാ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ ശരീരം മുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും തന്റെ രക്തം പകർന്ന് നമ്മെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗ്ഗരാജ്യം ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ കർത്താവിന്റെ ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും പരിശുദ്ധ പിതാവിന്റെ കൈകളാൽ മുദ്രിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ ജന്മങ്ങളെ ക്ഷമിച്ചു മായിച്ച് നീക്കിക്കളയുന്നവനുമായ
ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും മനസ്സയുമാകുന്ന അവരുടെ അസ്ഥികളിന്മേൽ തെളിക്കണമേ. ഞങ്ങളുടെ രാജാവായ തമ്പുരാനെ, കർത്താവേ, മഹത്വത്തിന്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരം നൽകുന്നവനുമായിരിക്കുമാറാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരവളി ചെയ്യണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എണ്ണണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നുചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ വഴികള് ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നിന്റെ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും ദൈവത്തിന്റെ യോഗ്യവും പ്രസാദകരമായ ക്രിസ്തീയപൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വാകുകൂല തിരുമുൻപാകെ സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട പുത്രന്റെ മുൻപാകെ തന്റെ ആവതിക്ക് മൂലം ലോകത്തിന് പാപപരിഹാരം മുമ്പാകെ എന്റെ ദൈവത്തിന് ഉദ്ഘോഷിക്കപ്പെടുകയും വിശുദ്ധാത്രിതം ആവർത്തിക്കുകയും ചെയ്യുന്ന എന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങൾ വായിക്കപ്പെടുവാനും വിശ്വാസികളായ മരിച്ചു പോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകനാഥനും പരിശുദ്ധവായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ അനുകൂല കീർത്തിച്ചു പറയുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ നമ്മുടെ പിതാക്കന്മാരുടെ സഹോദരങ്ങളുടെയും ദൂതന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും സഭയുടെ വിശ്വാസികളായ മരിച്ചുപോയവരുടെ ആത്മാക്കളുമേൽ രണ്ട് ലോകങ്ങളിലും എന്നുവന്ന് തോന്നി പാവിയാനന്ദാസന്റെ രൂപകലശത്തെ നാം എല്ലാവരും നല്ലണമെന്ന് പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും
നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധനുമായ ക്രിസ്തുവിന് സ്തോത്രം സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ സുഖനത്താൽ ഓരോരുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. അന്യോന്യം സ്വോ നൽകിൻ സമാധാനത്തിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് നാം തലവനിക്കണം. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും സമാധാന പാലകന്മാരായ ആളുകൾക്കുള്ള തന്നെ അവസാനത്തിന് യോഗ്യരായി തീരുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധനുമായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളോടുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള സാമീപ്യത്തിൽ പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധനുമായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധവുമായ സംബന്ധവുമാകും. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലുള്ള വേദനകളിൽ പിതാവാലയത്തിന് വലത്ത് ഭാഗത്ത് നമ്മുടെ വലിയ തമ്പുരാൻ എഴുന്നള്ളിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം. സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട്
തന്റെ പരിശുദ്ധാത്മീയന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇതാ നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി മലയർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് ജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ കാസായെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധാത്മീയന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്തു കൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മലകൾക്ക് വേണ്ടി വരെ ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു. വലുതായത് ഇതിന്റെ കൂടെ തന്നെ ഇത് നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്റെ മരണമുള്ളവരുടെ തോന്നലും നിങ്ങൾ ഓർത്തുകൊള്ളുകയും എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോദോസേനോ കർത്താവേ, രക്ഷാകരമായ എന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മയങ്ങളായ അത്ഭുത പ്രവൃത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങൾ വിസ്മരിക്കത്തക്കവയെല്ലാം തന്നോട് നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു.
Lady
നീതിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻപ് പൂർത്തി പ്രാപിച്ച് ശ്രമിക്കുന്നവരെയും നിത്യാനും പോലീസിലും എഫേസോസിലും വെച്ചിട്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസന്തോഷങ്ങളെയും അവരുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹായമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലിമീസും ദിവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കറോസും തിമത്തിയോസും പീഡക്സിനോസും അന്തീമോസും നിയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവേ ശിവശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലവും മറിയാം ദൈവമാതാവിന് സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ്മാസേവറിയോസും സത്യവിശ്വാസത്തെ നിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാറിയാക്കോ പുർദാനായും മാറപ്രിയും മാറിയാക്കോവും മാറിസ്രാക്കും മാർബാലായും ദുഃഖിതന്മാരുകളായ മാർ പരസോമയും മാർശമോൻ ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മണബഹായും യൽദോമാർ ബസേലിയോസും മലങ്കരുടെ പരിശുദ്ധന്മാരായ മാർഗ്രിഗോറിയോസും മാധവനാസോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോട് കൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ കൃപയ്ക്കും കണ്ണിന്റെ ഉയർന്ന സഹോദരനുമായി തീരുമാനങ്ങൾ ഇടയാക്കിയ ആ പരിശുദ്ധാപിതാക്കന്മാരോടുള്ള ബന്ധത്തിന് ഞങ്ങളെ വീട്ടെടുത്ത് ദൂരത്താക്കരുതേ. ഞങ്ങൾ നിന്റെ കലാകാരൻ വായിക്കുകയും സമർപ്പിക്കുന്നു. ഈ പള്ളിയിൽ നിന്ന് ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ നിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ നല്ല അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കാനും നമ്മെയും അവരെ തന്നെ പ്രവൃത്തിയാക്കി ചേർക്കുവാനായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം പ്രിയലായ സംഘങ്ങളെ പറയണം. കർത്താവേ, നീ മൂലം മരണത്തിൽ രക്ഷപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും
പിതാവുമായിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വാകളും മധുരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മാ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകാദിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ സകല കൃപകളും സകലാനുഗ്രഹങ്ങളും സകലദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളിലും എന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ എല്ലാവരും പരിശുദ്ധമായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കലും സാരാംശത്ത് സമമായിരിക്കുന്നതുമായ വിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും
എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ അനുഭവങ്ങളാൽ അനുരക്ഷിക്കുന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഭഗവാനുഗ്രഹത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്നവനുമായ ജീവനുള്ള ഏകപരിശുദ്ധവുമായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യമുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നീ
വിഷയമാവോർവോകാദീശോകാലോകോശാരീരോ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ബെസേലിയോസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ PC ഏലിയാസ് അല്പസമയം നിങ്ങളോട് അതേ സംബന്ധിച്ച് സംസാരിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സഭയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതേക്കുറിച്ചുള്ള ഒരു ലഘു സന്ദേശം പ്രൊഫസർ ഏലിയാസ് നൽകും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, വന്ദരായ വൈദികരെ, മഹത്തായ പാരമ്പര്യത്തിന് അവകാശികളായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അംഗങ്ങളെ, സഹോദരങ്ങളെ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യം ലണ്ടനിലും പരിസര പ്രദേശങ്ങളിലും അതിഭീകരമായ ബോംബാക്രമണം നടത്തി. കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും തകർന്ന് തരിപ്പണമായി. അനേകം മനുഷ്യർ മരിച്ചു. മണ്ണും തകർന്ന് കുഴിയും തടവുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. അതുവരെ ആരും കാണാത്ത ചില പുതിയ ചെടികൾ മുളച്ചു വളർന്ന് പൂക്കൾ വിടർന്നിരിക്കുന്നു. ഗവേഷകർ അത്ഭുതപ്പെട്ടു. അവരന്വേഷിച്ചപ്പോൾ കണ്ടെത്തി, കാലങ്ങൾക്ക് മുമ്പ് ഏതോ പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് മണ്ണിനടിയിലായി പോയിരുന്ന വിത്തുകളാണ് ഇപ്പോൾ മുളച്ച് ചെടികളായി പൂക്കളായി വിടർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരവും ബാഹ്യവുമായ ഒട്ടനവധി ബോംബിംഗ്, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച കാലത്തൊക്കെയും കാലം കഴിയുമ്പോൾ അടിയിലായി പോകുന്ന, മറന്നുപോകുന്ന, വിസ്മരിക്കപ്പെടുന്ന മൂല്യങ്ങൾ പുതിയ ചെടികളുടെ രൂപത്തിൽ, പുതിയ പുഷ്പങ്ങളുടെ രൂപത്തിൽ, പുതിയ സ്ഥാപനങ്ങളുടെ രൂപത്തിൽ, പ്രസ്ഥാനങ്ങളുടെ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ച കണ്ട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. AD 52 വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, ഇന്ന് ഇവിടെ നാം സഭാ ദിനം ആചരിക്കുമ്പോൾ ഈ സഭയുടെ സ്വാതന്ത്ര്യം, ഈ സഭയുടെ ദേശീയത, ഈ സഭയുടെ സ്വയം ശീർഷകത്വം എന്നിവയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. ഇങ്ങനെ അഭിമാനിക്കുന്നതോടൊപ്പം നമ്മുടെ മലങ്കര സഭയുടെ അംഗങ്ങൾ, മലയാളികളുടെ പ്രത്യേകത വെച്ച് നാം വിമർശനത്തിൽ കൂടുതൽ താല്പര്യപ്പെടുന്നവരാണ്. സംശയമില്ല. ക്രിയാത്മകമായ വിമർശനങ്ങളാകാം, സർഗാത്മകമായ നിർദ്ദേശങ്ങളാകാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, AD 52 വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ നമ്മുടെ സഭ 1912 സ്വതന്ത്രമായ ഒരു കാതലിക്കേറ്റ് നമുക്ക് കഴിഞ്ഞു. അതിനൊക്കെ എത്രയോ മുമ്പ്, ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ്, ഭാരതത്തിന് സ്വന്തമായ ഒരു ഭരണഘടനയെക്കുറിച്ച് സ്വപ്നം കാണുന്നതിന് എത്രയോ മുമ്പ് തന്നെ 1934 ഈ സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടായി. അതിനന്ന് പിതാക്കന്മാർ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടു കൂടിയല്ലാതെ നമുക്ക് എങ്ങനെ ഓർമ്മിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഇന്ന് 29 മെത്രാപ്പൊലീത്തമാരും 30 ഭദ്രാസനങ്ങളും 14 ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും 22 പ്രസിദ്ധീകരണങ്ങളും കോട്ടയത്തും നാഗ്പൂറും 2 തിയോളജിക്കൽ കോളേജുകളും 48 അനാഥാലയങ്ങളും 24 ദയറാകളും 13 കന്യാസ്ത്രീ മഠങ്ങളും 30 ആസ്പത്രികളും 74 സ്കൂളുകൾ MD കാതോലിക്കേറ്റ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് കീഴിൽ, സഭയുടെ കീഴിൽ നേരിട്ടുള്ള 6 കോളേജുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും അടക്കം 52 ഹയർ സെക്കൻഡറി സ്കൂളുകളും കോളേജുകളും, 3 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 3 BEd കോളേജുകൾ, 2 മെഡിക്കൽ കോളേജുകൾ, 9 നഴ്സിംഗ് കോളേജുകൾ, 10 സ്റ്റുഡന്റ് സെന്റേഴ്സ് ഇത്തരത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നന്ദി പറയാനുള്ളതല്ലാതെ നമുക്ക് എന്ത് കഴിയും? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഈ സഭയ്ക്ക് വേണ്ടി
എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുക. അതല്ലാതെ ഇത്രയും പ്രസ്ഥാനങ്ങൾ പട്ടിണിയും പരിവട്ടവുമായി കഷ്ടപ്പെട്ട് രക്തം വേർപ്പാക്കി പടുത്തുയർത്തിയിരിക്കുന്ന പിതാക്കന്മാരോട്, ആദ്യകാല നേതാക്കന്മാരോട്, സർവശക്തനായ ദൈവത്തോട് ഈ പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടി നന്ദി പറഞ്ഞ് അതിൻ്റെയൊക്കെ തണലിൽ ആശ്രയിച്ച് വിശ്രമിച്ച് ഒരുപക്ഷെ സുഖിച്ചും സന്തോഷിച്ചും ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഈ തലമുറയ്ക്ക് നന്ദിയോടെ ദൈവത്തെ സ്മരിക്കാൻ, ആദ്യകാല പിതാക്കന്മാരെ, കലം ചെയ്ത പിതാക്കന്മാരെ നന്ദിയോടെ സ്മരിക്കാനല്ലാതെ എന്തിന് കഴിയുമെന്ന് ആലോചിക്കുകയാണ്. എന്താണ് നമ്മുടെ സഭയുടെ പ്രത്യേകത? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ഒരു സ്വതന്ത്ര പരമാധികാര ദേശീയ സഭയാണ്, സ്വയം ശീർഷകത്വമുള്ള സഭയാണ്. മാത്രമല്ല, ആരാധനയുടെ കാര്യത്തിൽ ഇന്ന് നമ്മുടെ സഭയുടെ എത്രയും ശ്രേഷ്ഠകരമായ, അതിശ്രേഷ്ഠകരമായ ആരാധന പാരമ്പര്യമുള്ള മറ്റൊരു സഭയുമില്ലെന്ന് വിനയപൂർവ്വം ഓർമ്മിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഭരണത്തിന്റെ കാര്യത്തിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എപ്പിസ്കോപ്പസിയും ഡെമോക്രസിയും കൂടി സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. വിശ്വാസം, പട്ടത്വം, അച്ചടക്കം എന്നീ കാര്യങ്ങളിൽ അൽമേയക്കാർക്ക് അധികാരാവകാശങ്ങളില്ല. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകദോസിനാണ് അതിന്റെ അവസാന വാക്ക്. എന്നാൽ ഇടവകയുടെയോ ഭദ്രാസനത്തിന്റെയോ സഭയുടെയോ സമ്പത്ത്, സ്വത്ത്, പണം കൈകാര്യം ചെയ്യുന്നതിന് മെത്രാപ്പൊലീത്തമാരും നിയോഗിച്ചാക്കിയിട്ടുള്ള അഭിമതരായ വൈദികരുടെ നേതൃത്വത്തിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, സ്ത്രീകളടക്കമുള്ളവർ ഇടവക തലത്തിൽ, ഭദ്രാസന തലത്തിൽ, സഭാതലത്തിൽ ഇന്ന് കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നു. ഇതുപോലെ ജനാധിപത്യവും എപ്പിസ്കോപ്പസിയും കൂടി ഒരുമിച്ച് പോകുന്ന മറ്റൊരു സഭയും ഇന്ന് ഈ ഭൂലോകത്തില്ല എന്നോർക്കുമ്പോൾ അഭിമാനിക്കല്ലാതെ എന്ത് അവസരം എനിക്ക്. പ്രിയപ്പെട്ടവരെ, ഡെമോക്രസി ഏറ്റവും നല്ല സിസ്റ്റം ആയതുകൊണ്ടല്ല, ഇറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ് സിസ്റ്റം, ബട്ട് ഇറ്റ് ഈസ് ബിക്കോസ് നോ ബെറ്റർ സിസ്റ്റം ഈസ് അവൈലബിൾ. അതുകൊണ്ട് ഈ ജനാധിപത്യ സംവിധാനത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളോടുകൂടി തന്നെ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. നമുക്ക് ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് പരിശുദ്ധ വലിയ ബാവ ദിദിമോസ് പ്രഥമൻ വലിയ ബാവയുടെ പ്രാർത്ഥനയുടെ വലിയ കോട്ടയുണ്ട്. പരിശുദ്ധ ബസേലിയസ് മാർത്തോമ പൗലോസ് നിധിയൻ ബാവായുടെ അധികാരവും അനുഗ്രഹവും അതിന്റെ കീഴിൽ നാം ഒന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. നാം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി എന്നുള്ളത് ഞാൻ ഓർക്കേണ്ട കാര്യം, മനുഷ്യ മനസ്സ് പാരച്ചൂട്ട് പോലെയാണ്. ഇറ്റ് വർക്ക്സ് ഓൺലി വെൻ ആൻഡ് വേർ ഇറ്റ് ഈസ് ഓപ്പൺ. വിടരണം, വിപുലമാകണം, വിശാലമാകണം. നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും സഹകരിക്കാനും സഹവസിക്കാനും കഴിയണം. ഒന്നുകൂടെ ഓർക്കണം, ലൈഫ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ലൈവ് ബ്രോഡ്കാസ്റ്റ്. എഡിറ്റിംഗ് കൂടാതെ തത്സമയ പ്രക്ഷേപണമാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഒരു പാരച്യൂട്ട് പ്രവർത്തിക്കണമെങ്കിൽ അത് വിടരണമെന്ന് പറഞ്ഞതുപോലെ മനസ്സ് വിശാലമായി വിടർന്ന് വിവിധ ആശയങ്ങളെയും വിവിധ രീതികളെയും ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള ഒരു മനോഭാവം നാം കാണിക്കേണ്ടതുണ്ട്. ഇന്ന് ഇവിടെ വായിച്ചു കേട്ട വിശുദ്ധ വചനം ജന്മനാ കുരുടന് ആശ്വാസം നൽകിയ, കാഴ്ച നൽകിയ കർത്താവിന്റെ പ്രവൃത്തി തുടരുകയാണ്. എന്റെയും ഈ ഇപ്പോഴത്തെ ഈ കൂട്ടായ്മയുടെയും ഈ ഇടവകയുടെയും ഈ സഭയുടെയും കർത്തവ്യം. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, പിറവിക്കുടലിനെ സൗഖ്യമാക്കിയ കർത്താവിന്റെ കരങ്ങൾ ആയി നാം മാറണം. കൂനിയായ സ്ത്രീയെ കൂന് സൗഖ്യമാക്കിയ കർത്താവിന്റെ കരങ്ങളായി നാം മാറണം. ലാസറിന്റെ സംസ്കാരം നടത്തിയെടുത്തേക്ക് നടന്നു ചെന്ന് മരിച്ചവരെ ഉയർപ്പിച്ച ആ കർത്താവിന്റെ കാലുകളായി നാം മാറണം. കർത്താവിന്റെ ശബ്ദമായി, കരങ്ങളായി, കാലുകളായി മാറി ഒരു വാക്കിലൂടെ, ഒരു നോക്കിലൂടെ അത്ഭുത പ്രവർത്തനം തുടരുന്നതിനുള്ള ദിവ്യമായ ദൗത്യം ഏറ്റെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിനായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയോടും ബഹുമാനപ്പെട്ട മാനേജരത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രൊഫസർ ഏലിയാസ് ഞങ്ങളെ ഉത്ബോധിപ്പിച്ചു. കാഴ്ചയും ഉൾക്കാഴ്ചയും രണ്ടും രണ്ടാണ്. നമുക്കൊക്കെ കണ്ണുകളുണ്ട്, കാഴ്ചയുണ്ട്. നമുക്കെല്ലാവർക്കും ഉൾക്കാഴ്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നല്ലതുപോലെ ചിന്തിച്ച് ഉത്തരം പറയണം.
ഈ മനുഷ്യ മനസ്സിന് ചില അന്ധതകളുണ്ട്. കാഴ്ച എന്ന് പറയുന്നത് സാധാരണ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഉൾക്കാഴ്ച എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ്. ഇത് നല്ലതുപോലെ ഉണ്ടാകണം. വെളിച്ചം മനുഷ്യ മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്. ഈ വെളിച്ചം സൂര്യപ്രകാശമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണുകളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വെളിച്ചം കടന്നു കയറണം. ആ വെളിച്ചം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വെളിച്ചം കടന്നു കയറുമ്പോൾ മാത്രമാണ് ഉൾക്കാഴ്ച ഉണ്ടാകുള്ളൂ. ചില സാധനങ്ങൾ നമ്മുടെ മേശപ്പുറത്ത് ധാരാളം സാധനങ്ങളുടെ ഇടയിൽ ഒരു സാധനം വെച്ചാൽ നാം ഒരിക്കൽ നോക്കിയാൽ അത് കാണുകയില്ല, 2 പ്രാവശ്യം നോക്കിയാൽ കാണുകയില്ല, 5-8 തവണ നോക്കിയാലും കാണുകയില്ല, പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ അത് കാണുകയും ചെയ്യും. നമുക്കത് അറിയാവുന്ന കാര്യം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ. അതുകൊണ്ട് ഈ വെളിച്ചം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉൾക്കാഴ്ചയുണ്ടാകും. ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് അത് മനുഷ്യർക്ക് ഉപകാരപ്രദമായ വിധത്തിലായിത്തീരും. ഇന്ന് മനുഷ്യ മനസ്സുകൾ മാലിന്യം കൊണ്ട് അത് നിറഞ്ഞ് നിൽക്കുകയാണ്. മനസ്സിൽ മാലിന്യമുണ്ടെന്ന് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് ഈ 36-ാം ഞായറാഴ്ച കുരുടനെ കാഴ്ച കൊടുത്തപ്പോൾ കുരുടന് ഉൾക്കാഴ്ചയുണ്ടായി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ചിലർക്കെങ്കിലും അന്ധരായി അവർ സംസാരിക്കുന്നുണ്ട്, എന്തിനാണ് ഈ മനുഷ്യന് കാഴ്ച കൊടുത്തത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം കടന്നു കയറട്ടെ. സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒത്തിരി വെല്ലുവിളികളുണ്ട്. കഴിഞ്ഞ 1-2 മാസങ്ങൾക്കുള്ളിൽ 2 വിദേശ രാജ്യങ്ങളിലെ ഓർത്തഡോക്സ് സഭയുടെ തലവന്മാരെ വാഴിച്ച സന്ദർഭങ്ങളില് ഈ സഭയുടെ പ്രധാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനും പങ്കെടുത്തു. ഓരോ സഭയ്ക്കും അതിൻ്റെതായ പാരമ്പര്യമുണ്ട്, പ്രത്യേകതകളുണ്ട്, നിയമസംഹിതകളുണ്ട്. അവരെ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിച്ച് ആ സഭയെ വളർത്തുന്നു, നയിക്കുന്നു, മുന്നോട്ട് പോകുന്നു. നമ്മുടെ സഭയ്ക്കും നമ്മുടേതായ പാരമ്പര്യമുണ്ട്, നമ്മുടേതായ നിയമമുണ്ട്. പക്ഷെ ഈ നിയമങ്ങളും പാരമ്പര്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ ഒരു വിളക്ക് പോലെ ശോഭിക്കപ്പെടാൻ തക്കവണ്ണം നിയോഗമുള്ളൊരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. അത് 2000 വർഷത്തെ പഴക്കം നമുക്കുണ്ട്. നാം നമ്മുടെ പൂർവികന്മാർ നമുക്ക് നൽകിയ ആ പാരമ്പര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സഭ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും വെല്ലുവിളികൾ ധാരാളമുണ്ട്. വെല്ലുവിളികൾ വ്യക്തിപരമായി നമുക്കുണ്ട്, കുടുംബപരമായ വെല്ലുവിളികളുണ്ട്, സഭയുടെ മുൻപിലും ധാരാളം വെല്ലുവിളികളുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സത്യവും നീതിയും ധർമ്മവും നഷ്ടപ്പെടാത്തൊരു ജീവിതം, മനസ്സിനുള്ളിൽ പ്രകാശം കടന്നു കയറുന്നൊരു ജീവിതം, അതാണ് നമുക്ക് വേണ്ടിയത്. അതുകൊണ്ട് ഈ കാതോലിക്ക ദിനം, സഭാദിനം എന്നൊക്കെ അതിന് പേര് പറയും. പക്ഷേ ഇത് നമ്മുടെ പങ്കാളിത്തം ഈ വെല്ലുവിളികളെ എല്ലാം അതിജീവിക്കാൻ തക്കവണ്ണം ഇടയാകണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു നിരന്തരമായ ഒരു ദൈവ ബന്ധം, മനുഷ്യ ദൈവബന്ധം രഹസ്യമായും പരസ്യമായും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കുന്നു. ഇന്ന് കൊച്ചി ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തായിരുന്ന പൗലൂസ് മാർ സേവേറിയസ് തിരുമേനിയുടെ ഓർമ്മ ദിവസമാണ്. അദ്ദേഹമാണ് എന്നെ വൈദിക വഴിയിലേക്ക് ആദ്യം വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇവിടെ നടത്തുമ്പോൾ ധൂപം മാത്രം ഇവിടെ വെക്കുന്നു. പിന്നീട് പരിശുദ്ധ പിതാക്കന്മാരുടെ കബറിങ്കൽ നമുക്ക് അവസാനമായിട്ട് ധൂപം വെക്കുകയും ചെയ്യാം. നിന്നയവാന്മാരും കാലേ ലോയ്യൗകാലേ ലോയ്യ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്താവീതിൻ മൂലം സാക്ഷിയും ബഹർ
ശുചിയോട് ശുദ്ധ്യാ ബസ്കുദിശാ നിന്റെ പരിശുദ്ധ ശരീരമാവുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള ദാസ്യാന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവ്യാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. Yeah.
നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവെ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വരത്തെ നീട്ടിയാണ് കർത്താവ് നിങ്ങളുടെ ദൈവമായുള്ളവേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുൻപാകെയുള്ള മുഖപ്രത്യക്ഷതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകർ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവരെന്നോടിതാമായിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധത വഹിച്ചിരിക്കുന്നവരുടെ മേലുവേ, കൊടുക്കുന്നവരുടെ മേലുവേ, കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെടും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും നേർക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങൾ പാനം ചെയ്തതിന്റെ രക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പരിഹാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ദിവ്യാദാനത്തിന് അർഹങ്ങളാക്കി തീർത്ത നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. താൽമൂലം അവന്റെ കൂടെ നിനക്ക് പരിശുദ്ധവായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഭാരിക്കുമ്പോൾ നൽകപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന ചെയ്യാതമ്പുരാനെ, എന്റെ ആഗമനത്തിൽ വിട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായിട്ട് ഞങ്ങളെ നീ ആക്കി വെക്കരുത്. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓ ശോഭ സുബാൻ ലവൽമേ. സഭയുടെ വ്യക്തിയെ ബലവത്താക്കുക, ശിരമേൽ നിർത്തി അയകരായോരിടയന്മാരെ കാക്കുക ശക്തിയ. ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപർയജ്ഞർ പൂർവ്വന്മാർ എന്നിവരെ നീ ശോഭിപ്പിക്കാം. വികലതയെല്ലാം വിരുതോടു നീക്കും നിർമാതാവേ. ദൃഷ്ടിക്കന്ധത പൂണ്ടൊരു ലോകം കണ്ടതുമൂലം നിൻ പ്രഭയതിനോൽ പ്രഭയവരിൽ ചേർത്തിടണമേ. തെളിയും വഴിയെ പിൻപറ്റിയിടും പിന്നിന്നെ ഞങ്ങൾ. പരിശുദ്ധന്മാരും
കർത്താവിൻ്റെ ഭാവര്യാനുണ്ടാക്കുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴിയാഹാരങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ഈ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ വരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും സമാധാനത്തോടുകൂടി പോവുകയും സമീപസ്ഥന്മാരോടുകൂടെ ദൂരസ്ഥന്മാരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിന് ജയമുള്ള സീവായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായാൽ ഉത്തരവിത്തപ്പെട്ടവരുമേ ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും ഭാവിനുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സഹായിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുകയും എന്നേക്കും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപയാൽ മനുഷ്യരായി ഞങ്ങളെ ദൈവികരായി തീർക്കുവാൻ വേണ്ടി മനുഷ്യനായി തീർന്ന ദൈവവും തന്റെ വാത്സല്യ ശിഷ്യനും കാര്യമായ പരിശുദ്ധ മാർദ്ദവമായ ഞങ്ങളുടെ രാജ്യത്തേക്ക് അയച്ച് മരണത്തിൽ നിന്നും പ്രകാശമാർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും പരിശുദ്ധ ആശ്രയെ സ്ഥാപിച്ച് അത് ഞങ്ങളെവരെയും ഉറപ്പിച്ച് ഇന്നുവരെ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്ത നല്ലയുടെ വിനായകർത്താവിനെ സ്തുതി. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടന്ന ഈ സമയത്തും ചില പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളിലും അടിയങ്ങളായി സോദരിക്കുന്ന ദിവസങ്ങളൊക്കെ സ്തുതിയും ആരാധനയും യുക്തമാകുന്നു. കർത്താവേ, സഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉപദ്രവമെന്നും അതിനെ നീ കാത്തുകൊള്ളണമേ. സകല പൈശാച ശക്തികളിൽ നിന്നും ദുഷ്ടമനുഷ്യന്മാരെന്നും കലഹത്തിന്റെ ഭിന്നതയുടെ ആത്മാവെന്നും നിന്റെ ദൈവാഭിഷക്തിയാണെന്നെ കാത്തുരക്ഷിക്കണമേ. സത്യവിശ്വാസം നീ പ്രവർത്തനം നീ അവനെ പോറ്റി പോഷിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ സഭയുടെ നിരപ്പ് സമാധാനവും ഐക്യമത്യവുമാകണമേ. പരിശുദ്ധ മാസമാസികാരുടെ സൈകിക സിംഹാസനത്തെയും സത്യവിശ്വാസത്തെയും അവർ കാത്തുകൊള്ളുവാനുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ മോറാന്മാർ ബസേലിയോസ് മാർത്തോമാ യതിമോസ് വലിയ ഭാവായും പരിശുദ്ധ സഭയുടെ പ്രധാന ഇടയനായ പരിശുദ്ധ കാതോലിക്ക മോറാന്മാർ ബസേലിയോസ് മാർത്തോമാ പൗലോസ് എന്നീ കാത്തു പരിപാലിച്ച് വിജ്ഞാനവും ശക്തിയുമായും ആരോഗ്യം നൽകി കാത്തു പരിപാലിക്കണമേ. സഭയിലെല്ലാ മെത്രാപൊലീത്തന്മാരെയും സകല വൈദികങ്ങളെയും നിന്റെ ശക്തിയും കൃപയും നൽകി അനുഗ്രഹിക്കണമേ. ഇടവകയിലെ ആളുകളെല്ലാവരെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സകലവിധമായ തിന്മയെന്നവരെ നീ കാത്തുകൊള്ളണമേ. സഭയോട് മർദ്ദിക്കുന്നവർക്കും അനുതാപഹൃദയം നൽകിയവരെ നീ കാത്തു വീണ്ടുകൊള്ളണമേ. കർത്താവിനെ കലങ്ങളും പിന്നെ തുറന്നേക്ക് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിൽ സ്വർഗത്തിലെ മാലാത്മാവിന്റെ ശബ്ദങ്ങളോട് ഒരുമിച്ച് ഐക്യമത്യങ്ങളോട് എല്ലാവരെയും നീ സ്തുതിപ്പാൻ കൃപയോടണമേ. ഞങ്ങളെ പാപങ്ങൾ അവർത്തികൾ നിമിത്തം സഭയിൽ വന്നുകൂടുന്ന കലഹങ്ങളെയും ചിത്രങ്ങളെയും നീ മാനിച്ചു കളയണമേ. താഴ്മയോടുള്ള ഹൃദയത്തോടും മുൻപാകെ നിൽക്കുവാനും നിന്റെ അപ്രമേയമായ സ്നേഹത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ സകല പാപങ്ങൾ കഴുകപ്പെട്ട് ഞങ്ങളെല്ലാവരും നിന്നും നന്നായി തീരുവാനും കൃപ ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധവും കാണിക്കും. സ്തുതിയും സ്തോത്രം നിറവേറ്റുമാറാകണമേ. പശുവാക്കുവാനോ മീൻ പാറയ്ക്കുമോ ഇപ്പോൾ ചൊല്ലി തരുന്നതായ പ്രതിജ്ഞ എല്ലാവരും ഏറ്റുചൊല്ലണം. ഞാൻ കർത്താവിന്റെ സഭയാകുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അംഗമാകുന്നു. ഇന്ത്യയിൽ ഈ സഭ സ്ഥാപിച്ചത് കർത്താവിന്റെ ശിഷ്യനായ പരിശുദ്ധ സുന്നതദോസിനോടും സുന്നതദോസ് അംഗങ്ങളായ
എൻ്റെ സഭയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്ത് ത്യാഗം സഹിച്ചും ഞാൻ എൻ്റെ സഭയുടെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും കാക്കും. മാർത്തോമായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ. മാർത്തോമായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ. മാർത്തോമായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ. ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്. അപ്പോൾ കാതോലിക്ക മംഗളഗാനം പാടുന്നു. സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, ഇഴകിന്റെയൊക്കെയും വന്യകാതോലിക്ക ആമോദമായി വാഴണീനാം. ഇഴകിന്റെയൊക്കെയും വന്യകാതോലിക്ക ആമോദമായി വാഴണീനാം. നസറായനായേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. നസറായനായേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. കൈമണിഞ്ഞെത്തി വന്യപിതാവേ, ദീപം കൊളുത്തി ആയിരമായി, ദീപം കൊളുത്തി ആയിരമായി. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിന്റെയൊക്കെ വന്യകാതോലിക്ക ആമോദമായി വാഴണീനാം. പട്ടിണി പാവങ്ങൾക്കെന്നും തുണയാൻ രോഗികൾ രോഗിതക്കാലംബമാം. പട്ടിണി പാവങ്ങൾക്കെന്നും തുണയാൻ രോഗികൾ രോഗിതക്കാലംബമാം. പതിനായിരങ്ങൾക്ക് മക്കൾക്കിടയിൽ ഐശ്വര്യസമ്പൂർണനായി വാഴാം. ഐശ്വര്യസമ്പൂർണനായി വാഴാം. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിന്റെയൊക്കെയും വന്യകാതോലിക്ക ആമോദമായി വാഴണീനാം. ആമോദമായി വാഴണീനാം. ഇന്നത്തെ ഈ പരിപാടി ടെലികാസ്റ്റ് ചെയ്ത ഓർത്തഡോക്സ് ടിവിക്ക് മാർത്തോമ ടിവിക്ക് ഉള്ള പ്രവർത്തനമുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അവരെങ്കിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് പോകാം.